6 മാസത്തിലേറെയായി അനന്തമായി ആർഭാടത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് അനർക്കള നിർക്കളം ഒഴുകുന്ന 5000 കോടിയുടെ ആനന്ദ് അംബാനി കല്യാണത്തിന് അറുതിയായിട്ടില്ല. അനേകം ആൾക്കാരുടെ അതിജീവനത്തിന് ആഘാതമേൽപ്പിച്ച് അന്തമില്ലാതെ മുന്നോട്ടു പോവുകയാണ് അംബാനി കല്യാണം. എന്നാൽ ഈ എക്സ്ട്രാവഗന്റ് എക്സിബിഷനിസത്തിന് എത്തിച്ചേരാത്ത ഒരേ ഒരു രാഷ്ട്രീയ കുടുംബമേ ഇന്ത്യയിലുള്ളൂ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കുടുംബം. മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും വീട്ടിൽ നേരിട്ട് ചെന്നാണ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മകൻ ആനന്ദ് അംബാനിയുടെ കല്യാണത്തിന് ക്ഷണിച്ചത്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകമെമ്പാടും നിന്നുള്ള അതിസമ്പന്നരും സെലിബ്രിറ്റികളും എല്ലാം തന്നെ ഈ കല്യാണത്തിന് എത്തിച്ചേർന്നു. നരേന്ദ്രമോദി പറഞ്ഞതുപോലെ അംബാനിയിൽ നിന്നും ടെമ്പോകൾ നിറയെ ചാക്കുകെട്ടുകളിൽ നിറച്ച കോഴപ്പണം ലഭിച്ച ഒരു മഹാൻ ഈ കല്യാണത്തിന് എത്തിയിരുന്നു. ഈ മഹാൻ 5000 കോടിയുടെ അംബാനി കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന്റെ ചില ദൃശ്യങ്ങൾ കാണാം. ഇവിടെ രാഹുൽ ഗാന്ധി പാവം മോദിയെ ഇല്ലാത്ത കള്ളം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് കണ്ടോ? आपने नरेंद्र मोदी जी की अदानी और अंबानी के साथ फोटो तो देखी है ना, सूट में मोदी जी, अदानी जी, अंबानी जी राम मंदिर में देखी तो है ना, मगर नरेंद्र मोदी जी के मुंह से आपने अंबानी शब्द कभी सुना, अदानी शब्द कभी सुना? नहीं। क्यों नहीं? मेरी फोटो देखी उनके साथ कभी, मगर मेरे मुंह से शब्द निकलता है अदानी अंबानी, है ना? फर्क समझो, मैं आपका हूं, वो उनके हैं. അദ്ദേഹം പറയുകയാണ്, ഞാൻ എപ്പോഴെങ്കിലും അദാനിയുടെയും അംബാനിയുടെയും കൂട്ടത്തിൽ നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോദി അദാനിയുടെയും അംബാനിയുടെയും കൂടെ കോട്ടും സൂട്ടും അണിഞ്ഞ് വിവിധ പോസുകളിൽ നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നാൽ ഒരിക്കലെങ്കിലും ഇവരെക്കുറിച്ച് ഒരു വാക്കെങ്കിലും പറയാനുള്ള ധൈര്യം മോദിക്കുണ്ടോ? എന്നാൽ ഇവരുടെ കൊള്ളരുതായ്മയെക്കുറിച്ച് ഞാൻ ഒരു ഭയവുമില്ലാതെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരുടെ അടുത്ത് നിൽക്കാൻ എന്നെ കിട്ടുകയില്ല. എത്ര വലിയ നുണയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അല്ലേ? മോദി പറഞ്ഞായിരുന്നല്ലോ, അദാനി അംബാനിയിൽ നിന്ന് ടെമ്പോ കണക്കിന് ചാക്കുകളിൽ നിറച്ച് കള്ളപ്പണം ആർക്കൊക്കെ ലഭിച്ചു എന്ന്. घोषित करें इस चुनाव में ये अंबानी अडानी से कितना माल उठाया है, काले धन के कितने बोरे भर करके रुपये मारे हैं, क्या टेम्पो भर करके नोटे. അവിടെ അദാനിയുടെയും അംബാനിയുടെയും പേര് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കരുതെന്നേ എനിക്ക് രാഹുൽ ഗാന്ധിയോട് പറയുവാനുള്ളൂ. ചോറ് എവിടെയാണോ അവിടെയായിരിക്കും കൂറ് എന്ന് പറഞ്ഞതുപോലെ മോദിയുടെ കൂറ് എവിടെയാണ് എന്ന് കണ്ടല്ലോ. വിധേയൻ തന്റെ മേലാളന്റെ കല്യാണാഭാസത്തിൽ പങ്കെടുക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ്, മണിപ്പൂരിലെ പ്രശ്നങ്ങൾ അറിഞ്ഞ്, ഹാത്രസിലെ പ്രശ്നങ്ങൾ അറിഞ്ഞ്, ലോക്കോ പൈലറ്റുമാരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ്, കർഷകരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ സഹായവും ഉറപ്പു നൽകി ഓടി നടക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഈ കല്യാണത്തിൽ പങ്കെടുത്തതിൽ തെറ്റുണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് ഓരോരുത്തരുടെ പ്രയോറിറ്റികളെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കുക മാത്രമാണ് ചെയ്തത്. ഈ കല്യാണത്തിൽ പങ്കെടുത്ത ലോകത്തിലെ ഏറ്റവും മികച്ച നർത്തകനെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാവും. അംബാനി കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന്റെ ആഹ്ലാദ തിരതള്ളലിൽ അദ്ദേഹം അർമാദിച്ചാടുന്ന ദൃശ്യമിതാ. അവസാനമായി പ്രിയങ്ക ഗാന്ധിയുടെ ഈ വാക്കുകളോടെ അവസാനിപ്പിക്കുന്നത് വളരെ അനുയോജ്യമാണെന്ന് കരുതുന്നു. अडानी जी, अंबानी जी ने बड़े से बड़े नेता खरीद लिए, देश के सारे पीएसयू खरीद लिए, देश की मीडिया खरीद ली, लेकिन मेरे भाई को नहीं खरीद पाए और ना कभी खरीद पाएंगे. അംബാനിയും അദാനിയും രാജ്യത്തെ വലിയ നേതാക്കളെ വിലയ്ക്ക് വാങ്ങി, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിലയ്ക്ക് വാങ്ങി, രാജ്യത്തിന്റെ മീഡിയകളെ എല്ലാം വാങ്ങിച്ചു. എന്നാൽ എൻ്റെ സഹോദരനെ മാത്രം വിലയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും അദ്ദേഹത്തെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുകയുമില്ല. 100 കണക്കിന് പ്രശ്നങ്ങളാൽ നീറുന്ന രാജ്യത്തെ ജനങ്ങൾ മോദിക്ക് ഒരു പ്രയോറിറ്റി അല്ലെന്ന് വ്യക്തമായല്ലോ.